കന്മഷനാശിനി ശൂലഹസ്തേ കാർത്യായനി ദേവി എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് തുടങ്ങണത് തന്നെ. അവിടെ വെച്ചിട്ട് തന്നെ ചരണം പല്ലവിയൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. രുദ്രതീർത്ഥം ഒരു വളരെ മിറക്കൾ പിടിച്ചൊരു കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാർഡ് രുദ്രതീർത്ഥം ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, അതായത് ടാരോ റീഡിങ് പഠിച്ചൊരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ടാരോ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓരോരുത്തരുടെ കാർഡ് എടുക്കുമ്പോൾ അവരുടെ എനർജിയാണ് ഇതിലേക്ക് കയറി വരിക. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയ പല റീഡിങ് ഉണ്ടായിട്ടുണ്ട്. കൊലപാതക കേസ്, പോസ്കോ കേസ്, ഇത് ഈ കാർഡിലാണ് ഈ കാണുന്നത്. ഞാൻ എല്ലാ മനുഷ്യനും സ്നേഹിക്കണ്ടേ? എനിക്ക് ക്രിസ്ത്യൻ ഒരു ഭാഗമാണ്, മുസ്ലിം ഒരു ഭാഗമാണ്, ഹിന്ദു ഒരു ഭാഗം മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ വലിയ ആള് ചെറിയ ആളെന്ന് എൻ്റെ മുമ്പിലില്ല. ഭഗവതിയുടെ മുമ്പിൽ അങ്ങനെ ഒരാളില്ല. ചില ആൾക്കാർ അങ്ങനെ നമ്മളെ തേടി വരുമ്പോൾ ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ഇതിലാണ്. ഞാൻ പറയും ഭഗവതിയുടെ മുമ്പിൽ അങ്ങനെ ഒരാളില്ല. വേദനാജനകമായ വഞ്ചന അനുഭവം തരികയും അപമാനഭാരത്താൽ ഹൃദയം തകരുകയും ചെയ്യും. ഇനിയുള്ള വിമോചനത്തിനോട് തിരിച്ചറിവ് നേടാം. ഗംഗാമ്മ പുതിയ പാട്ടൊക്കെ പാടിയെന്ന് കേട്ടിരുന്നു. അതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഒന്ന് പറയാമോ? പാട്ട് ഞാൻ ഏകദേശം 40-ൽ പരം കീർത്തനങ്ങൾ ദേവിക്ക് എഴുതിയിട്ടുണ്ട്. ഭാഷാ പരിജ്ഞാനം ഇല്ല കേട്ടോ. അതുപോലെ സംഗീതം അറിയില്ല, സംഗീതം പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മൾക്ക് അഷ്ടകലകൾ ഉണ്ടാവുക എന്ന് പറയും. ലക്ഷണങ്ങൾ, അഷ്ടകലകൾ എന്നൊക്കെ പറയും. ഈ അഷ്ടകലകൾ പറയുമ്പോൾ ദേവി ഉപാസകരെ സംബന്ധിച്ച് അഷ്ടകലകളിൽ ഒരു അതിശയോക്തിയല്ല. കാരണം ഭഗവതി എല്ലാത്തിനും 64 കലകൾക്ക് അധിപതിയാണ് ഭഗവതി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ നന്നായി ചിത്രം വരയ്ക്കും. നല്ല ഭംഗിയിലൊക്കെയാണ് എൻ്റെ പേരൊക്കെ എഴുതുക. അപ്പോൾ ടീച്ചർ എന്നെ കൊണ്ടുപോയിട്ട് ബോർഡിൽ എഴുതിക്കുക. നമ്മൾ സ്കൂളിൽ എഴുതില്ലേ ബോർഡിൽ നമ്മളുടെ ഡെയിലി സ്റ്റാറ്റസ്, അതൊക്കെ എന്നെ കൊണ്ടാണ് എഴുതിക്കുക. എൻ്റെ ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്, നല്ല മനോഹരമായ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പം ആണുങ്ങൾക്ക് അത്രയും, അതായത് പുരുഷന്മാർക്കാണ് ഇങ്ങനത്തെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവുക എന്ന് പറയാം. പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭംഗിയുള്ളതായ കാരണം കൊണ്ട് ഈ ഹാൻഡ് റൈറ്റിംഗ് മത്സരത്തിനൊക്കെ പങ്കെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. എൻ്റെ പേന ആരോ അടിച്ചു മാറ്റി ഒളിപ്പിച്ചു വെച്ചു, ഞാൻ ആ പങ്കെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നന്നായി നൃത്തം ചെയ്യും, നന്നായി പാട്ട് പാടും, നന്നായി എഴുതും, ഇതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ എൻ്റെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. പക്ഷേ ഇടയ്ക്ക് വല്ലപ്പോഴും ഞാനൊരു ചിത്രം വരയ്ക്കുക, അത് ഇവർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. അതിലപ്പുറം എവിടെയും തെളിയും. പക്ഷെ ഫേസ്ബുക്കിലിടും. അങ്ങനെ അതിലപ്പുറം ഞാൻ അതിന് വലിയ ഇതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ പാട്ട് എന്ന് പറയുമ്പോൾ 5 കീർത്തനങ്ങൾക്ക് ഞാൻ തന്നെ ഈണം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കണ നേരത്തെ എനിക്ക് തോന്നി, ഇവിടെ നമ്മൾ ഇരിക്കണ കുഞ്ഞുട്ടിയമ്മയ്ക്ക് ഒരു പാട്ട് വേണമെന്ന് എനിക്ക് തോന്നി. അപ്പൊ അതിനൊരു 4 വരി വേറൊരു ലൈനിൽ 4 വരി ആദ്യം ഉണ്ടാക്കി. അപ്പൊ എനിക്ക് തോന്നി അത് അത്ര സുഖം പോരാന്ന് തോന്നി. അപ്പൊ രണ്ടാമത് ഒരു പാട്ട് എഴുതിയപ്പോൾ 4 വരി കിട്ടിയിട്ട് ഒരു 5-6 മാസമായി. പിന്നെ അത് 4 വരി കഴിഞ്ഞിട്ട് വിട്ടുപോയി. അപ്പോഴാണ് ഈ വീണിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ 4-5 ദിവസം എനിക്ക് ടാരോ റീഡിങ് എടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ ആയിട്ട് ബാഗ് ഇട്ടിട്ട് ഇരിക്കുക. അപ്പോൾ ടാരോ റീഡിങ് എടുക്കാൻ പറ്റാണ്ടേ. അപ്പോൾ എനിക്കൊരാഗ്രഹം 9-ാം തീയതി ആകുമ്പോഴത്തേനും എനിക്ക് ഈ പാട്ട് റെക്കോർഡ് ചെയ്യണമെന്ന്. അപ്പോൾ 9-ാം തീയതിക്ക് ആകെ 5 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനിങ്ങനെ മൂലയിൽ ഇങ്ങനെ, അപ്പോൾ പണി ഇങ്ങനെ നടക്കുക, വീട്ടിൽ അമ്പലത്തിൻ്റെ പണികളിങ്ങനെ നടക്കണ ബഹളമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു മൂലയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, കുഞ്ഞു നമുക്ക് ആ പാട്ടൊന്നും മുഴുവനാക്കണ്ടേ എന്ന് ഞാൻ കുഞ്ഞുനായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അടുത്ത വരികൾ വന്നു. അപ്പോൾ വരികൾ മാത്രമല്ല, അതിൻ്റെ ഈണം കൂടി അപ്പോൾ കിട്ടി. അപ്പോൾ കന്മഷനാശിനി ശൂലഹസ്തേ കാർത്യായനി ദേവി എന്ന് പറഞ്ഞിട്ടാണ് ആ പാട്ട് തുടങ്ങണത് തന്നെ. അവിടെ വെച്ചിട്ട് തന്നെ ചരണം പല്ലവിയൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാൻ അത് വേഗം ഒരു ചാലക്കുടിയിൽ ഒരു മ്യൂസിക് ടീച്ചറുണ്ട്, അവർക്കത് അയച്ചു കൊടുത്തു. ഈണം ഒന്നും മാറ്റാൻ പറ്റില്ല, ഇതന്നെയാണ് ഈണം, ഇത് ഭഗവതി തന്ന ഈണമാണ്, മാറ്റാൻ പറ്റില്ല. ഒരു പയ്യനെ വേണം, ഒരു കുട്ടീനെ വേണം എന്ന് പറഞ്ഞു പാടാൻ. അപ്പോൾ അവർ ഒരു ആൺകുട്ടീനെ ആക്കി തന്നു. അത് കൊണ്ടുപോയിട്ട് നമ്മൾ തൃശ്ശൂർ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവർ ഓർക്കസ്ട്ര ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ട് ഞാൻ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായി തന്നവർ ഓർക്കസ്ട്ര ഒക്കെ. അങ്ങനെ ആ ഭഗവതിക്കുള്ളൊരു പാട്ടാണ് 9-ാം തീയതി എന്നെ കൊണ്ടിരുന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാവും എന്നെ വീഴ്ത്തിയെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ അത് ആബേരി രാഗം എന്നാ പറയുന്നത്. എനിക്ക് രാഗം അറിയില്ല, താളം ആബേരി, എനിക്ക് രാഗവും താളം ഒന്നും അറിയില്ല. എന്തിനു പോയിട്ട് ഇതിൻ്റെ ആ ഇതുണ്ടല്ലോ, എന്താ അതിനെ പറയുക, അതുപോലും എനിക്കറിയില്ല. പക്ഷെ എന്നിൽ നിന്ന് അത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 5 പാട്ടുകൾ ഓൾറെഡി ചെയ്തതിൽ 2 പാട്ട് നമ്മളന്ന് ഓർക്കസ്ട്ര ഒക്കെ കൊടുത്തിട്ട് അന്ന് ചെയ്തിട്ട് 2 പാട്ടും ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഇനി ഒരു 3 എണ്ണം കൂടി ചെയ്യാനുണ്ട്, ഒരു ഗണപതിയുടെ. അപ്പം ഞാൻ രാത്രി, ഞങ്ങൾ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞില്ലേ, ഇവിടെ കാമാക്കിക്ക് പോകണം. അന്ന് രാത്രി അർദ്ധരാത്രി 11 മണിയാണ്. അപ്പോൾ തുമ്പങ്ങൾ തീർക്കണേ തമ്പുരാനെ, തുമ്പിക്കൈ നീട്ടി നീ തലോടിയിടണേ,
താണു വണങ്ങുമ്പോൾ തഴുകിയിടണേ, താപങ്ങൾ തെല്ലൊന്ന് നീക്കിയിടണേ, ഗണപതിയുടെ പാട്ടാണ് വരുന്നത് ഉം. ആ രാത്രി. കാരണം എനിക്കുണ്ടാവണ തടസ്സങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പയ്ക്കപ്പ അത് ഈണത്തോടു കൂടി വരികയാണ്. അപ്പൊ ആ ഈണത്തോട് കൂടിയിട്ട് വന്നപ്പോൾ ഞാൻ വേഗം എടുത്ത് ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഇവർക്ക് കേൾപ്പിച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് അത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു എല്ലാം ഇവർക്കാ കേൾപ്പിച്ചു കൊടുക്കുക. ഇവർക്ക് സംഗീതമായിട്ട് ഒരു ബന്ധം ഇല്ലെങ്കിലും എന്നോട് പറയും നന്നായി, അല്ലെങ്കിൽ അവിടെ മാറ്റണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും എനിക്ക്. അപ്പൊ ഉം. എന്തുണ്ടെങ്കിലും പുള്ളിയെ ഞാൻ കേൾപ്പിക്കും. അപ്പൊ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം ഭഗവതിക്ക് ഒരു പാട്ട് വേണമെന്നാണ്. കാരണം കുഞ്ഞുട്ടിയമ്മയുടെ പിറന്നാൾ വരുന്നത് നവരാത്രിക്കാണ്. വലിയ ഭഗവതിയുടെ കാളിയമ്മയുടെ പിറന്നാളാണ് ഈ അതായത് മേടം 10 കഴിഞ്ഞിട്ടുള്ള അത്തം നക്ഷത്രം. അപ്പൊ അത് അതിന് എന്തായാലും എനിക്ക് ഭഗവതിയുടെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റുഡിയോയിൽ പോയി അത് ഓർക്കസ്ട്ര ചെയ്തിട്ടൊക്കെ മ്യൂസിക് ആക്കണമെന്ന്. അതെന്തായാലും നടന്നു കിട്ടി. ഇനി എനിക്കുള്ളത് അത് വിഷ്വലൈസ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതും ഭഗവതിയായിട്ട് നടത്തി തരട്ടെ എന്ന് വിചാരിക്കണം. പിന്നീട് കാർഡുകളിലേക്ക് വരുവാണെങ്കിൽ രുദ്രതീർത്ഥം കാർഡിനെ പറ്റി ഗംഗാമ്മ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പറയാമോ? അതായത് രുദ്രതീർത്ഥം ഒരു വളരെ മിറക്കൾ പിടിച്ചൊരു കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് കാരണം കഴിഞ്ഞ ഏകദേശം ഇത് ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലേ, ആദ്യത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വരുമ്പോൾ തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലിടയ്ക്ക് ഞാനൊരു യാത്ര പോയി, അതായത് കുംഭമേള ഒക്കെ പോയപ്പോൾ ഞാനിത് പകുതി അവിടെ പെൻഡിങ്ങിൽ വെച്ചു. അപ്പൊ ഇവിടെ ശിവനും പാർവതിയും കൂടി ഇങ്ങനെ യാത്ര ചെയ്യണത് തന്നെയാണ് ഈ കാർഡിലുള്ളത്. ഉം. അപ്പൊ ഇതില് ഒരു കാർഡ് ഇൻട്രോ കാർഡ് ഉണ്ട്. ഈ കാർഡ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ എൻ്റെ നക്ഷത്രം, അല്ലെങ്കിൽ എൻ്റെ പോലെ ഉപാസക, ഇങ്ങനെയൊക്കെയാണ് ഈ കാർഡ് വന്നാൽ വരിക. ഇപ്പോഴും എൻ്റെ സ്റ്റുഡൻസ് എല്ലാം ഈ കാർഡ് മാറ്റാണ്ട് എടുത്ത് ഷഫിൾ ചെയ്യാറുണ്ട്. അപ്പൊ അവര് ചോദിക്കാറുണ്ട്, ഇത് വായിക്കണ റീഡേഴ്സ് ചോദിക്കാറുണ്ട് ഇതല്ലേ നക്ഷത്രം എന്ന് അവരോട് ചോദിക്കാറുണ്ട്. അപ്പൊ അവര് പറയും അതേന്ന്. കാരണം ഈ കാർഡിലും കൂടി പ്രഡിക്ഷൻ ഉണ്ട് എന്നർത്ഥം. ഈ കാർഡ് അവർ ആരും മാറ്റാറില്ല. ഇൻട്രോ കാർഡ് ആണെങ്കിൽ പോലും എൻ്റെ ഈ കാർഡ് മാറ്റാത്തത് ഇതില് ഞാൻ പോലും ഇതില് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാറുണ്ട്. ഇന്നതാണ് നക്ഷത്രം, അല്ലെങ്കിൽ ഇന്നതാണ്, ഒന്നുമില്ലെങ്കിൽ ദേവി ഉപാസകയായിരിക്കും, അല്ലെങ്കിൽ ഇതേപോലെ ചൈതന്യമുള്ള ആളായിരിക്കും, പല കാര്യങ്ങളാ കാർഡിൽ. അപ്പൊ ഈ കാർഡ് രുദ്രതീർത്ഥം ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച്, അതായത് ടാരോ റീഡിങ് പഠിച്ചൊരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ടാരോ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വെറുതെ അതിൻ്റെ അർത്ഥം വായിച്ചിട്ട് ഇപ്പൊ ഞാൻ 2 ബാച്ച് ഇപ്പൊ നല്ല രീതിയിൽ ടാരോ പഠിപ്പിക്കുന്നുണ്ട്. 3ാമത്തെ ബാച്ചിന്റെ ഇപ്പോ ഞായറാഴ്ച ക്ലാസ് തുടങ്ങും. അതില് സാധാരണഗതിയിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ടാരോ വലിയൊരു കൺഫ്യൂഷൻ മേഖലയാണ്. കാരണം അവർക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് അതിന്റെ സെയിം വേർഷനാണ്. വളരെ ലളിതമായിട്ട് ഈ ഒരു കാർഡിൽ കൂടെ അവർക്ക്, അതായത് ഇത് ഓറക്കിളാണ്. നമ്മളെ വീഡിയോയിൽ തന്നെ കുറെ കമന്റ് കണ്ടു, ഇത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയണ കാർഡല്ലേന്ന്. അതായത് നമ്മളുടെ ഈ നമ്മളെ വഴിയരികിലൊക്കെ അതെ. ചീട്ടുണ്ടല്ലോ, തത്തയുടെ ചീട്ട് എടുക്കുന്നത്. കാർഡുകൾ എന്ന് പറയുന്നത് കാട്ടമാൻസി എന്നാണ്. അതായത് കാർഡ് രൂപത്തിലുള്ളതാണ് കാട്ടമാൻസി. അതായാലും ഇതായാലും കാട്ടമാൻസി തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം ഇതിൽ എനർജി ആക്കി കൊടുക്കണം. അതായത് നമ്മൾ ഇതിൽ എനർജി, നമ്മൾ യൂണിവേഴ്സിൽ നിന്നുള്ള എനർജി നമ്മളുടെ ഇടത് കൈയിലൂടെ, നമ്മൾ ഹാർട്ട് ചക്ര തൊട്ടിട്ട് ഇടത് കൈ കൂടെ വന്നിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കണം. അതിലേക്ക് ആക്കി കൊടുക്കുമ്പോൾ ഇതിലിപ്പോൾ ആകെ 78 കാർഡേ ഉള്ളൂ. ഇപ്പൊ രാഹുലിന്റെ ജീവിതം വായിക്കണ പോലെ ആവില്ല നമ്മുടെ ആ കുട്ടിയുടെ ക്യാമറമാന്റെ ജീവിതം വായിക്കുമ്പോൾ. കാരണം 78 കാർഡേ ഉള്ളെങ്കിലും ലോകത്തിലുള്ള സർവത്ര ആൾക്കാരെ റീഡിങ് ഇതിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെങ്കിൽ ഏതൊരു കാർഡിനെ സംബന്ധിച്ചും ആ കൈകാര്യം ചെയ്യണപ്പോൾ ഒരു ഡോക്ടർ MBBS ഡോക്ടർമാരുണ്ടാവും, ഉം. അതുപോലെ ഒട്ടേറെ ഡിഗ്രി ഉള്ള ഡോക്ടേഴ്സുണ്ടാവും ഇല്ലേ. പക്ഷെ MBBS ഡോക്ടറിന് ഒരു 55-60 വയസ്സായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എക്സ്പീരിയൻസ് കൂടും. ഒരുപാട് ഡിഗ്രി ഉള്ള ഒരു ഡോക്ടറിനാണെങ്കിൽ ഒരു 10-35 വയസ്സുള്ളെങ്കിൽ ആ കുട്ടിക്ക് ഡിഗ്രി ഉണ്ടാവുള്ളൂ, എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇത് തന്നെയാണ് വ്യത്യാസം. ഞാനെന്ന വ്യക്തിക്ക് എക്സ്പീരിയൻസ് ടാരോയിൽ ഒരുപാടുള്ള കാരണം കൊണ്ട് എനിക്ക് എളുപ്പം തോന്നിയിരിക്കുന്നത് ഇത് റീഡ് ചെയ്യാനാണ്. അപ്പൊ ഞാൻ എൻ്റെ ഈ കാർഡ് തന്നെയാണ് റീഡ് ചെയ്ത് കൊടുക്കുക അവർക്ക് വരുമ്പോൾ. കാരണം ഇതിൽ എനർജി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളായി ഇതില്. അപ്പൊ കാർഡ് നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരുപാട് പുരാതന ഗ്രന്ഥങ്ങൾ വിദേശത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. ഈ കഥയൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല എന്ന് ഉം. തോന്നുന്നുണ്ട്. ഒരുപാട് പുരാതന ഗ്രന്ഥങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കടത്തി കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലത്തെ ഒരു വേർഷൻ തന്നെയാണ് ഈ ടാരോ. ഇത് ഇന്ത്യൻ കൾച്ചർ തന്നെയാണ്. അതെല്ലാം വെസ്റ്റേൺ പോയിട്ട് ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ മലയാളികൾക്ക് അംഗീകരിക്കാൻ വളരെ മടിയാണ്. പ്രത്യേകിച്ച് ഒരു മലയാളിനെ മറ്റൊരു മലയാളി അംഗീകരിക്കുക എന്നുള്ളത് വളരെ റയറാണ്. അതിൽ ഇങ്ങനത്തെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അവനെ അടിച്ചു താഴ്ത്തിയിടുക എന്നാണ് ആലോചിക്കുക.
കാരണം അതുവരെ എൻ്റെ കമന്റിൽ വരാത്ത ആൾക്കാർ കുറെ നോർത്തുകളൊക്കെ വന്നിട്ട് ഈ കടനെ കുറിച്ച് കുറ്റം പറഞ്ഞ് കണ്ടു. അവർ വാങ്ങി വായിക്കട്ടെ, അല്ലെങ്കിൽ അവരെടുത്തിട്ട് എനർജി ഇതിൽ നോക്കട്ടെ. എനർജി ഇല്ലെങ്കിലല്ലേ, അതായത് ടാരോ മറ്റൊരു എനർജിയാന്ന് കമന്റ് കണ്ടു. എന്താണ് ടാരോ? ടാരോ മറ്റൊരു എനർജി എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള എനർജി, അതായത് ഞാനെന്ന വ്യക്തി, ഞങ്ങൾ കേരളത്തിൽ ഞങ്ങൾ പഠിച്ചേക്കണത്, മാഷ് പറയാറുണ്ട്, ഞങ്ങളുടെ ടാരോ മാഷും ഇന്റർവ്യൂവിനോട് വന്നിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടു. മാഷ് പറയാറുള്ളത് നിങ്ങൾ ആരെ കൊണ്ടും കാർഡ് ഇടിപ്പിക്കരുത് എന്നാണ്. കാരണം പല ആൾക്കാരുടെ എനർജി ഇതിൽ കയറി വരും. ആ പല ആൾക്കാരെ എനർജി കയറി വരുമ്പോൾ ഇതിന്റെ കൺഫ്യൂഷൻസ് വരും. കാരണം ആ എനർജി ഇതിലല്ലേ നിൽക്കുക. അപ്പൊ ഞാനൊക്കെ ടാരോ എടുത്താൽ ഒരാഴ്ച കഴിഞ്ഞ് ഇതൊന്ന് പുകയ്ക്കും. നമ്മളിങ്ങനെ എല്ലാ കാർഡും എടുത്ത് പുകച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എനർജി റിലാക്സ് ആക്കും കാർഡിനെ. നമ്മൾ പലവരുടെ എനർജി, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു അനുഭവം, മോനോട് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെ കാർഡ് എടുക്കുമ്പോൾ അവരുടെ എനർജിയാണ് ഇതിലേക്ക് കയറി വരിക. അപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയ പല റീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. കൊലപാതക കേസ്, പോസ്കോ കേസ്, ഇത് ഈ കാർഡിലാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ചില കേസുകൾ എൻ്റെ അടുത്ത് ക്രിസ്ത്യനോ മുസ്ലിമോ ഹിന്ദു ഒന്നുമില്ല, എല്ലാവരും വരും. കാരണം എന്നോട് ദൈവം പറഞ്ഞേക്കണത് നീയായിരിക്കാനാ. ഞാൻ എല്ലാ മനുഷ്യനും സ്നേഹിക്കണ്ടേ? എനിക്ക് ക്രിസ്ത്യനും ഒരു ഭാഗമാണ്, മുസ്ലിം ഒരു ഭാഗമാണ്, ഹിന്ദു ഒരു ഭാഗം മാറ്റി നിർത്താൻ പാടുണ്ടോ? ഇല്ല. അതുപോലെ വലിയ ആള് ചെറിയ ആളെന്ന് എൻ്റെ മുമ്പിലില്ല. ഭഗവതിയുടെ മുമ്പിൽ അങ്ങനെ ഒരാളില്ല. ചില ആൾക്കാർ അങ്ങനെ നമ്മളെ തേടി വരുമ്പോൾ ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ഇതിലാണ്. ഞാൻ പറയും ഭഗവതിയുടെ മുമ്പിൽ അങ്ങനെ ഒരാളില്ല. വലിയവരെന്നോ ചെറിയെന്നോ ഒരാളും ഇല്ല. അവര് വലിയ ആൾക്കാരായിരിക്കാം, അവർക്ക് പണം കൊണ്ട് വലിയ ആൾക്കാരായിരിക്കാം, പദവി കൊണ്ട് വലിയ ആൾക്കാരായിരിക്കാം. പക്ഷെ ഭഗവതിയുടെ മുമ്പിലും ഈ കാടിന്റെ മുമ്പിലും വലിയ ആൾക്കാരുണ്ടോ? ഇല്ല. ഇതിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. അപ്പൊ ഒരാൾക്ക് ഇപ്പൊ മോൻ വന്നു, മോൻ എൻ്റെ അടുത്ത് 1000 രൂപ എടുത്തിട്ട്, അല്ലെങ്കിൽ 500 രൂപ തന്നിട്ട്, അല്ലെങ്കിൽ 1500 രൂപ തന്നിട്ട്, പല കാറ്റഗറിയിൽ പല ഇതാണ് അതില് തന്ന് ബുക്ക് ചെയ്തു എന്ന് വിചാരിക്കും. നാളെ ഒരു 10,000 രൂപ തന്നിട്ട് ഒരാള് റീഡിങ് വേണം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏതാ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ആദ്യം വന്ന ആൾക്ക് ഞാൻ പ്രയോറിറ്റി കൊടുക്കണ്ടേ? അപ്പൊ ഇവർ തിരക്ക് പിടിച്ചു വരികയാണെങ്കിൽ, അപ്പൊ ഞാൻ ഒരു കൺസെപ്റ്റ് വെച്ചു. 2 തരം റീഡിങ് ഞാൻ വെച്ചു. ഒന്ന് എമർജൻസി റീഡിങ്, 24 hours ഉള്ള എമർജൻസി റീഡിങ്. അതിൽ പേയ്മെന്റ് കൂടുതൽ വാങ്ങണം. കാരണം അവൻ അവിടെ ഒരു ആഴ്ചയായിട്ട് എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ടൈമിൽ അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. തിരക്ക് പിടിച്ച് വരുന്ന ആൾക്കാരാണ് പേയ്മെന്റ് കൂടുതൽ വാങ്ങുക. അപ്പൊ അവർക്ക് റീഡിങ് കൊടുക്കുക, അല്ലാതെ അവർക്ക് പേയ്മെന്റും കൂടുതൽ തരാൻ പറ്റില്ല. അവരുടെ വെയിറ്റ് ചെയ്ത ആൾക്കാരെ കാട്ടി മുന്നേ റീഡിങ് കൊടുക്കണം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ല, ന്യായം വിട്ടിട്ട് ഒരു കളി ഞാനില്ല. അപ്പൊ ഞാൻ പറയും എന്താന്ന്, ഇപ്പൊ ഒരു റിലേറ്റീവ് ആണ്, നിങ്ങൾ 2 ആളും ഇരിക്കണു. 2 ആളിലും ഒരാൾ, ആ കുട്ടി പറഞ്ഞു എനിക്ക് 1000 രൂപയെ തരാനുള്ളൂ, എനിക്ക് ഇപ്പൊ തന്നെ റീഡിങ് വേണം പറഞ്ഞു കഴിഞ്ഞാൽ മോൻ 1000 രൂപ അടച്ചിട്ട് ഒരാഴ്ചയായിട്ട് എന്നെ കാത്തിരിക്കുകയാണ്. ഞാൻ എന്താ പറയാ, സ്വാഭാവികമായിട്ട് എനിക്ക് ആദ്യം വന്ന ആൾക്ക് ഞാൻ റീഡിങ് കൊടുക്കുള്ളൂ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ വരാൻ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഞാനിപ്പോ ഈ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാനൊരു കാര്യം ചെയ്തു. എമർജൻസി റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് വെച്ചു. 24 hours നിങ്ങൾക്ക് റീഡിംഗ് കിട്ടും, പക്ഷെ പേയ്മെന്റ് കൂടുതൽ വാങ്ങണം. കാരണം അല്ലെങ്കിൽ അവരെ റിലേറ്റീവ് ആണ് ഈ റീഡിംഗ് എടുക്കാൻ. ഞാൻ 1000 രൂപ കൊടുത്തിട്ട് ഞാൻ റീഡിംഗ് എടുത്തല്ലോ, നീ 1000 രൂപ കൊടുത്തിട്ട് ഇപ്പോഴും അവിടെ ഇരിക്കില്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്ക് പണിയായില്ലേ? അപ്പൊ ടാരോ പല രീതിയിലും ചൂഷണം ചെയ്യപ്പെടണമുണ്ട്. ഞാൻ ചൂഷണത്തിന് ഉപയോഗിക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അടുത്ത് വരണത് അവര് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി ഇതൊന്ന് കാണിക്കാമോ? അപ്പൊ ഇത് എന്തെങ്കിലും കേസ് നടക്കണ്ടോ? എന്തെങ്കിലും കേസ് എന്തെങ്കിലും നടക്കണ്ടോ? കേസ് കഴിഞ്ഞോ? എത്ര കാലമായി കഴിഞ്ഞിട്ട്? കഴിഞ്ഞോണ്ടിരിക്കാണ്. ഇപ്പോഴും നിലവിലുണ്ടോ അത്? കഷ്ടപ്പെട്ട് നീതി തേടേണ്ടി വരും. പ്രശസ്തി ഉണ്ടാവും, അതായത് പുതിയ അവസരങ്ങൾ തേടി വരും. മോശം നിലവാരത്തിൽ നിന്ന് ലക്ഷ്യം നേടാൻ സാഹചര്യം വരികയും അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ആത്മവിശ്വാസം പുരോഗതി ഉണ്ടാക്കും, അംഗീകരിക്കപ്പെടാൻ ഇടവരികയും ചെയ്യും. സ്വയം സംശയം ഉണ്ടെന്ന് പറയുന്നത് എപ്പോഴും സംശയമാണ്, വിജയിക്കൂ എന്നുള്ള സ്വയം സംശയമുണ്ട്. ഉണ്ടോ? ചില സമയത്ത് സംഘർഷമുണ്ട് വളരെയധികം. കുടുംബ കലഹത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാണ്. എന്താ വഴക്കൂടുണ്ടോ, അടിപിടി കൂടുണ്ടോ വീട്ടില്? ഇല്ല. ഉറപ്പാണോ? എന്തോ ഒരു അനാവശ്യ ഭീഷണി വിയോജിപ്പൊക്കെ ഉണ്ട്. ഇല്ല, അങ്ങനെ വിയോജിപ്പുകളൊന്നുമില്ല. സംഘർഷമുണ്ട് മാനസികമായിട്ട്. അപ്പൊ മാനസിക സംഘർഷം ഉണ്ടായിരിക്കാം. മാനസിക സംഘർഷം ഉണ്ടോ? എന്തിനേലും കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടോ? വീടുമായി ബന്ധപ്പെട്ട് അതന്നെയാ കാണിച്ചേക്കണത്, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനസിക സംഘർഷം. അതെ, മനസ്സിനെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുക.
എപ്പോഴും ടെൻഷനുണ്ട്. വളരെയധികം സാഹചര്യങ്ങളെ വിലയിരുത്തുക. ജീവിതയാത്രയിൽ മാനസിക നിയന്ത്രണത്താൽ സ്വയം പരിപാലിക്കുക. ആത്മവിശ്വാസത്തോടെ വൈകാരികതയെ മറികടക്കുക. വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞോണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. ഉണ്ടാ? സാമ്പത്തിക ബാധ്യത ആ ഉണ്ടാ? സാധാരണ എല്ലാ മനുഷ്യർക്കുള്ള പോലെ അതെ, നമുക്ക് നല്ല സാമ്പത്തിക ബാധ്യത ഉണ്ട്. മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ബാധ്യത. കൈ കഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെയധികം സാമ്പത്തിക ബാധ്യത കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു വേദനാജനകമായ ഒരു അനുഭവം ഉണ്ട്. അത് മനസ്സിനെ വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. പ്രണയത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പ്രണയനഷ്ടം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. പ്രണയം നഷ്ടം വന്നിട്ടില്ലെങ്കിൽ വരും. വേദനാജനകമായ വഞ്ചന അനുഭവം തരികയും അപമാനഭാരത്താൽ ഹൃദയം തകരുകയും ചെയ്യും. ഇനിയുള്ള വിമോചനത്തിനോട് തിരിച്ചറിവ് നേടാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ സൂക്ഷിച്ചോ, ഒരനുഭവം ഉണ്ടായിരിക്കും ലൈഫിൽ. അതായത് ഒരു പ്രണയ നൈരാശ്യം വരുമെന്നാണ് പറയണത്. പിന്നെ തീവ്രമായ പരിശ്രമം വിജയം കാണും. പക്ഷെ എപ്പോഴും തണുത്തൊരു മാനസികാവസ്ഥയാണെന്നാണ് പറയണത്. അപ്പോൾ വിജയം കാണും തീർച്ചയായിട്ടും. അത് തകർച്ചയുടെ മുന്നറിയിപ്പാണ്. എന്ത്? ഈ മാനസികമായിട്ട് തണുത്തിരിക്കുക. അപ്പം തകർച്ച വരുള്ളൂ. ഇവിടെ അപമാനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കുന്നത്. ഞാൻ പോലും അപമാനിക്കപ്പെട്ട കാരണം കൊണ്ടാണ് ഇത്രയും കാർഡുകൾ ഇങ്ങനെ അവിടെ നിരന്നിരിക്കുന്നത്. അപ്പം മോൻ്റെ ഒരു അവസ്ഥയിൽ ഈ കഷ്ടപ്പെട്ടിട്ട് അഴിമതി തേടേണ്ടി വരും എന്നുള്ളത്. മാനസിക സംഘർഷമുണ്ട്, പ്രശസ്തി വരും. പക്ഷേ ഇവിടെ എന്താണെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി വൈകാരികതയെ മറികടക്കണം എന്നാണ് പറയണത്. വളരെയധികം സാമ്പത്തിക ബാധ്യത ഉണ്ട്. പക്ഷെ കൈ കഴിഞ്ഞ് സഹായിക്കൽ ഒന്ന് കുറച്ചാൽ ഈ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒന്ന് കരകടക്കാം. അതുപോലെ തന്നെ ഒരു ബന്ധം, വിവാഹജീവിതമാണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു പ്രശ്നം നേരിടാനൊരു സാധ്യത കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. അതുപോലെ തീവ്രമായ ഒരു പരിശ്രമിച്ചാൽ എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു അംബീഷൻ മനസ്സിലുണ്ടെന്നാണ് ആദ്യ കാലം മുതൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു അംബീഷനിലേക്ക്, അതായത് ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണുത്ത മാനസികാവസ്ഥ, ഞാൻ കാർഡ് ആദ്യം എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, തണുത്തിട്ടാണോ ബോഡി ഇരിക്കുന്നത്? തണുത്ത മാനസികാവസ്ഥയാണെന്നാണ് പറയണത്. മാനസികമായിട്ട് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ട്. തണുത്തിട്ട് എന്ന് പറയുമ്പോൾ മടി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ചെയ്യണോ നിങ്ങളൊരു തോന്നലില്ലേ, അതിനെ മാറ്റിയിട്ട് അതായത് പരിശ്രമിക്കുക, തീവ്രമായി പരിശ്രമിക്കാൻ. അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അപമാനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നത്.